എവിടെയൊക്കെ അവൻ ഡിമാൻഡ് ചെയ്തിട്ടുണ്ടോ അവിടെയൊക്കെ ഒരു ഓഫറും ഈശോ കൊടുത്തിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിലെ 14 അധ്യായത്തിലെ 15 മുതലുള്ള വാക്യങ്ങളിലാണ് ഈശോ പരിശുദ്ധാത്മാവിനെ ശിഷ്യന്മാർക്ക് ഓഫർ ചെയ്യുന്ന വചനഭാഗം നമ്മൾ വായിക്കാം. അതിൽ 15-ാം വാക്യം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ എന്നെ സ്നേഹിക്കുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിക്കും. ദർ ഇസ് എ ഡിമാൻഡ്. എന്ത്? നിങ്ങൾ എന്നെ സ്നേഹിക്കുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിക്കും. സ്നേഹിക്കുന്നവർക്ക് മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ് എന്ത്? കൽപ്പനകൾ പാലിക്കുക എന്നുള്ളത്. അതിൻ്റെ 2-ാമത്തെ വചനം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: ഞാൻ എൻ്റെ പിതാവിനോട് അപേക്ഷിക്കുകയും അവൻ നിങ്ങൾക്ക് ആശ്വാസകനായ പരിശുദ്ധാത്മാവിനെ നൽകുകയും ചെയ്യും. ആശ്വാസകൻ. എന്താണ് ആശ്വാസകൻ? നമ്മൾ ദുഃഖിച്ചിരിക്കുമ്പോൾ ആശ്വസിപ്പിക്കുക, ഭാരം വഹിക്കുമ്പോൾ ആശ്വസിപ്പിക്കുക, പരാജയപ്പെടുമ്പോൾ ആശ്വസിപ്പിക്കുക, ജീവിതത്തിൽ ഭയങ്കര ബുദ്ധിമുട്ട്, മുൻപോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വരുമ്പോൾ ആശ്വസിപ്പിക്കുക. ഈ ആശ്വാസവും സഹായവും ഒരുമിച്ച് പോകുന്ന രണ്ട് കാര്യങ്ങളാണ്. ആശ്വാസകൻ തന്നെയാണ് സഹായകൻ. ഈശോ പറയാണ്, എൻ്റെ പിതാവ് നിങ്ങൾക്കൊരു ആശ്വാസകനെ, സഹായകനെ അയച്ചു തരും. എന്തിനാ? ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിക്കുക എന്നുള്ളതാണല്ലോ. ഈശോയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഡിമാൻഡ്. മനുഷ്യരായി നമുക്ക് ദൈവത്തിൻ്റെ കൽപ്പനകൾ എത്രമാത്രം പാലിക്കാൻ നമുക്ക് സാധിക്കും? പറ്റണമെന്ന് നിർബന്ധമില്ല. നമുക്ക് മാനുഷികമായിട്ടുള്ള ബലഹീനതകളുണ്ട്. അവിടെയാണ് തമ്പുരാൻ നമുക്ക് സഹായകനെ ഓഫർ ചെയ്യുന്നുണ്ട്. എങ്ങനെയാണെങ്കിൽ, നിങ്ങൾ എന്നെ സ്നേഹിക്കുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിക്കും. പാലിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിക്കുമ്പോൾ അതിനോടുള്ളൊരു വിശ്വസ്തത. ദൈവത്തെ സ്നേഹിക്കുകയും കൽപ്പനകളോട് വിശ്വസ്തത കാണിക്കുകയും ചെയ്യുമ്പോൾ ഈശോ പറയാണ്, നിങ്ങൾക്ക് ഞാൻ എൻ്റെ പരിശുദ്ധാത്മാവിനെ തരും. അതുകൊണ്ട് തന്നെയാണ് തുടർന്നുള്ള വചനഭാഗത്തിൽ നമ്മൾ കാണുക, ഞാൻ അയക്കുന്ന സഹായകൻ നിങ്ങളെ ഞാൻ പഠിപ്പിച്ചതെല്ലാം ഓർമ്മിപ്പിക്കുകയും പാലിക്കാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യുമെന്നാണ് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നത്. സോ ദൈവകൽപ്പനകൾ പാലിക്കാൻ നമുക്ക് മാനസികമായ തരത്തിൽ ബുദ്ധിമുട്ടുകളുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവിനെ ലഭിച്ചു കഴിഞ്ഞാൽ അവൻ നമ്മളെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. അതിനുള്ള ഡിമാൻഡ് എന്താണ്? ദൈവത്തെ സ്നേഹിക്കുക, ദൈവകൽപ്പനകളോട് വിശ്വസ്തത പാലിക്കുക. സോ നമ്മളെ സംബന്ധിച്ച് ഇത്രയുള്ള ഉത്തരവാദിത്വം: സ്നേഹിക്കുകയും വിശ്വസ്തരായിരിക്കുകയും ചെയ്യുക. ഓഫർ അത് തമ്പുരാൻ ഈശോ ഫുൾഫിൽ ചെയ്തു.